കുഞ്ചു, സമയം 7 ഇറങ്ങാനായി. ആ അമ്മ കഴിഞ്ഞു, വരിക. നാല് കൊല്ലം നഴ്സിംഗ് പഠിച്ചിട്ടെന്താ കാര്യം? ഒന്ന് പുറത്തു പോവാൻ തോന്നുക? പോട്ടെ, കൂടെയുള്ള പിള്ളേർ പോകുമ്പോ അതുങ്ങളെപ്പോലൊന്ന് പോവാൻ തോന്നുക? ഇല്ല. എന്തിനാടി എപ്പോഴും ഇത് പറഞ്ഞ് നീ എന്റെ കൊച്ചിനെ വിഷമിപ്പിക്കണേ? ഓ വന്നല്ലോ അമ്മേ, ഇത് നമ്മൾ പറഞ്ഞ എപ്പോഴോ നിർത്തിയതാ. വാ ഫുഡ് കഴിക്കാം. അമ്മേ, സമയായി, ഇറങ്ങട്ടെ. കുഞ്ചു, ആദ്യമായിട്ടല്ലേ പോന്നേ? നോക്കണം കേട്ടോ. ഓ ആയിക്കോട്ടെ. കുഞ്ചു, അവിടെ ചെന്ന് അവിടെ പറ്റിയില്ലെങ്കിൽ ഇങ്ങോട്ട് പോര്, നമുക്ക് വേറെ ഹോസ്പിറ്റലിൽ നോക്കാം. എന്റെ കുട്ടി കടിച്ചു പിടിച്ച് അവിടെ നിൽക്കൊന്നും വേണ്ട അല്ലേ? അതെ. ശരി. അല്ല, നിന്റെ വാലെവിടെ? ദേ വന്നു. രണ്ടും പോന്നൊക്കെ കൊള്ളാം, ഇതുപോലെ തിരിച്ചു വന്നോളണം കേട്ടല്ലോ. ഓ ആയിക്കോട്ടെ ജാനിക്കുട്ടാ. പൊക്കോ, സമയം കളയണ്ട. കാണാനൊരു പ്രൗഢിയൊക്കെ ഉണ്ടല്ലോടാ. പ്രൗഢി ഇല്ലെങ്കിലും നല്ല ശമ്പളം ഉണ്ടായാ മതിയായിരുന്നു. ഓ ലവൻ, വാ ഇങ്ങോട്ട്. പേപ്പേഴ്സ് ഒക്കെ ഓക്കെയാണ്. സോ യു ക്യാൻ ജോയിൻ നൗ. താങ്ക് യു സാർ. താങ്ക് യു സാർ. എൻ്റെ അമ്മോ, ഈശ്വര, തിരക്കുണ്ടാവില്ലേ? ഇവനെ കൊണ്ട് വാടാ ഇങ്ങോട്ട്. നിനക്കങ്ങനെയൊക്കെ പറയാ, തിരക്കുണ്ടായാലേ പണി കൂടും. പണി എടുക്കാൻ കഴിയില്ല, പിന്നെ നീ എന്തിനാണ് നഴ്സിംഗ് എടുത്തേ? കൗതുകം. കൗതുകം? കൗതുകം ലേശം കൂടുതലാ. എനിക്ക് നിന്നെ കണ്ടപ്പോഴേ തോന്നി. വടി. നിങ്ങൾ ന്യൂ ജോയിൻ അല്ലേ? ആ, ഞാൻ മീര, രാധിക. ആനന്ദു. വാ. അല്ലേ, ഇതാരിത്? ഹോസ്പിറ്റലൊക്കെ അടിപൊളിയാ, മാനേജറും കുഴപ്പമില്ല. പിന്നെ OB/OPD സിസ്റ്റേഴ്സൊക്കെ നല്ല കൂട്ടാ, ഡോക്ടേഴ്സും. ഓ വലിയ രസമൊന്നും ഇല്ല. ഐറ്റങ്ങളെ കരച്ചിൽ എനിക്ക് സഹിക്കാൻ വയ്യ. ഓ പിന്നെ എന്തിനാണ് നീ OB/OPD കെട്ടി എറിഞ്ഞു വരുന്നത്? സുമ്മാ, ഇതൊക്കെ ഒരു രസല്ലേ? ഒന്നും പറയാനില്ല എനിക്ക്. ഈശ്വരാ, 2 മിനിറ്റ് ലേറ്റ് ആവല്ലോ, ഒന്ന് വേഗം വാടാ. അതെ, ഈ മെഡിസിൻ OPD എവിടെയാ? അത് എടാ നീ ചെല്ല്, ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ആ എന്താ എന്താ പറ്റിയേ? ആ സോറി മോളെ, ഞാൻ അറിയാതെ. ഇല്ല, അത് കുഴപ്പമില്ല. എന്താ ചേച്ചി? ഡീ, എവിടെയാടി ഓടണേ? ഇങ്ങോട്ട് വാടി. എടോ, എന്താടോ താനീ കാണിക്കണേ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പലതും കാണിക്കും. നിനക്കെന്താടി? ഡോ, ഇതൊരു ഹോസ്പിറ്റലാ, കീപ് മാനേഴ്സ്. അതിന് എന്തിനാ ഇവരിങ്ങനെ ഉപദ്രവിക്കണേ? നിങ്ങൾ എന്തിനാ തല്ലണേ? ഞാൻ തല്ലും കൊല്ലും, എന്ത് വേണം കാണിക്കും. അതൊന്നും ഇവിടെ പറ്റില്ല, പോടോ. പോയില്ലെങ്കിൽ? കൈ എടുക്കടോ. എടുത്തില്ലെങ്കിൽ? ആ ഡീ, വല്ലാണ്ട് തിളക്കല്ല കേട്ടാ, ആവിയായി പോവും. ഞാൻ തിളക്കണ വേണ്ടിയൊന്ന് ഞാൻ തീരുമാനിച്ചോളാം. ചൂടാവാതെ ചേട്ടാ, മാറി നിക്കടാ. മര്യാദക്കാണെങ്കിലും മര്യാദക്ക് തന്നെയാ, അല്ലെങ്കിൽ ഇപ്പൊ എങ്ങനെയാ?
ഷുഗർ കഴിക്കാറുണ്ടോ? ഇല്ല സിസ്റ്ററെ. 28 വീക്കായില്ലേ? ഡോക്ടർ പറഞ്ഞ ഡയറ്റ് ഫോളോ ആക്കിയാൽ മതി. ആ സിസ്റ്ററെ. സിസ്റ്റർ ഇവിടെ ന്യൂ ആണോ? ആ 1 വീക്ക് ആയിട്ടുള്ളൂ കേറിയിട്ട്. ഓ അതെല്ലേ. ഹേ നിത്യ, എങ്ങനെയുണ്ട് ഇപ്പം? ഉം. ഏ ഇത് നീയോ? കുഴപ്പമില്ലടാ ഇപ്പം. ആ ഓക്കെ, നീ ഇവിടെ നിൽക്ക്, ഞാൻ ജ്യൂസ് വാങ്ങിച്ചിട്ട് വരാം. അതെ, ഒന്നവിടെ നിന്നേ. വാട്ട്? വാട്ടെന്നോ? അന്ന് അയാളെ തല്ലിയിട്ട് ഞാനൊന്ന് കാണാൻ ഇരിക്കുവായിരുന്നു. ഇവക്ക് എന്താ? ഇയാളെന്തിനാ അന്ന് അയാളെ തല്ലിയേ? തല്ലാൻ തോന്നിയിട്ട്. എന്തിനാ തല്ലാൻ തോന്നിയേ? ദേഷ്യം വന്നിട്ട്. എന്തിനാ ദേഷ്യം വന്നേ? വഴക്കുണ്ടാക്കിയോണ്ട്. ഓ, എന്തിനാ ദേഷ്യപ്പെട്ട് വഴക്കുണ്ടാക്കി തല്ലിയേ? എനിക്ക് തോന്നിയിട്ട്. എന്റെ പൊന്നു മുത്തപ്പ, കഴിഞ്ഞോ വെട്ടം പ്രീമിക്ക്? സത്യം അയാളോട് പറഞ്ഞതേ എനിക്ക് തന്നോടും പറയാനുള്ളൂ. ഹോസ്പിറ്റലാ. ഇതൊന്നും സഹിക്കാൻ പറ്റില്ല, പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്ന? പൊക്കൂടെ? എന്തേ, തനിക്കെന്നെ പോറ്റ അത്രക്ക് ആഗ്രഹമുണ്ടോ കുഞ്ചു? ഇത് അല്ലെങ്കിൽ എന്നോട് പോവാൻ പറയാൻ താനാരാ? ഞാനോ? ഞാനിവളെ ബ്രദറാ. ഓ, വർച്ചരോട്ടാ സ്വന്തം തന്തേന്റെ വകയാന്ന് വിചാരം. എന്താ? അല്ല, നിത്യക്ക് കുഴപ്പമൊന്നുമില്ലാന്ന് പറയായിരുന്നു. കുറച്ച് ഷുഗർ ഉണ്ട്, അത് കൺട്രോൾ ചെയ്താ മതി. ഓ ആയിക്കോട്ടെ. അവന്റെ ഒരു ചോട എന്റെ അടുത്താ. എന്നാ പിന്നെ ഞാനും പോയിട്ട് വരാം. എന്താണ്? എന്താ ഇവിടെ തിരക്ക്? അതോ, ടൂനുള്ള പേഷ്യന്റ് പേ വന്നു, കുറച്ച് ക്രിട്ടിക്കലാ. ബാക്കി ഡോക്ടേഴ്സ്? സീനിയർ ഡോക്ടർ ആര്യ മാം ഉണ്ട് അവിടെ. വരുൺ, കോൾ ചെയ്തു സാർ. വേണ്ട, വിളിക്കണ്ട, സാർ ഇതാ വരുന്നുണ്ട്. ഈ ശരാപനത്തുപ്പ കണ്ണെന്തോ പറ്റിയതാന്നേ, അല്ലാണ്ട് സത്യല്ല. വരുൺ, ഹർ കണ്ടീഷൻ ഇറ്റ്സ് ക്രിട്ടിക്കൽ സാർ. ഒബ്സ്ട്രക്റ്റഡ് ലേബർ. യെസ്, വിച്ചോട്ടി 6. സിസ്റ്റർ, സ്ക്രബ്. യെസ് ഡോക്ടർ. ഡി, എത്ര നേരായി വിളിക്കുന്നു, എന്താ ഫോൺ എടുക്കാഞ്ഞേ? കണ്ണേട്ടാ, എന്താണ്? വൈകാതെ ഞാൻ ഇവിടുന്ന് പോകും, അല്ലെങ്കിൽ അങ്ങനെ ചവിട്ടി പായിക്കും. എന്താണ് ഇതെനിക്ക് ഇന്ന് നീ പിച്ചും പെയ്യും പറയുന്നു? പട്ടി കണ്ണേട്ടാ. എന്നാലും നീ അങ്ങനെ തന്തക്കാരെ വിളിച്ചില്ലേ? എന്റെ പൊന്നു മുത്തപ്പ, അതെങ്ങാനും കേട്ട ഞാൻ ഇങ്ങോട്ട് കേറലുണ്ടാവൂല. എന്നാൽ എന്റെ മീനു, ഞാൻ അങ്ങനെ മെക്കിട്ട് കയറുമ്പോഴൊന്ന് പിടിച്ചു വെച്ചോളിരുവാ. മിണ്ടരുത് നീ. എത്ര പ്രാവശ്യം ഞാൻ പറയാൻ വന്നതാ, കേക്കണ്ടേ? അതെങ്ങനെയാ വെളിച്ചപ്പാട് തുള്ളുന്നവര് തുള്ളിയിട്ട്? പോയത് പോയി. അയാൾ എങ്ങനെയാ MDക്ക് കംപ്ലൈന്റ് ഒക്കെ കൊടുക്കുവോ? MD ആയോണ്ട് കംപ്ലൈന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. യെസ് മിസ് രാധിക, ഹീസ് ആദി യാദവ്, MBBS, MD, Senior Pediatrician and DNB and DCH. Wow! കണ്ണേട്ടാ. അല്ല മീനു, ഞങ്ങളന്ന് വരുമ്പോ രാമകൃഷ്ണ സാറായിരുന്നില്ലേ ഇവിടുത്തെ MD? സാറ് UK പോയി. നിങ്ങൾ വന്ന അന്നായിരുന്നു ലാസ്റ്റ് ഡേ. ഇനി സാറ ഇനി 6 മാസം ഇവിടെ. അച്ഛനും മോനും തമ്മിൽ അങ്ങനെ എന്തോ കണക്കാണ്. 6 മാസം കൂടുമ്പോ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓ പുല്ല്, വരാൻ കണ്ട നേരം. വരുൺ, ഓപ്പറേഷൻ സക്സസ്? യെസ് സാർ. Then shift the baby to NICU. Hey, how are you?
കുട്ടിങ്ങൾ എവിടെ? സമയം 3:45. ചായ കുടിക്കുക ഇത്രയും നേരോ? സിസ്റ്റർ, വൺ ബെഡ് മേക്കിംഗ്. ആ ആ. കുഞ്ഞെവിടെ? ഇപ്പൊ വരും. സിസ്റ്റർ, കണക്ട് ദി മോണിറ്റർ. ആ. വരുൺ, ഫയൽ വന്നോ? യെസ് സർ. സിസ്റ്റർ, ഹൈറ്റ് 19.6 inch. വെയിറ്റ് 2.5 kg. ഓക്കെ. എന്താടാ, എന്തിനാ കരയണേ? കരയില. ആഹാ, കരച്ചിലും നിർത്തി, ഉറങ്ങും ചെയ്തില്ലേ? അല്ല, സിസ്റ്റർ പോയില്ലേ? അയ്യോ, 4:10 കഴിഞ്ഞോ? ടൈം പോയത് അറിഞ്ഞില്ല. കണ്ണേട്ടൻ എവിടെ? മുങ്ങിയിട്ടുണ്ടാവും. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. സിസ്റ്റർ എന്ന് ഞാൻ ഇറങ്ങിക്കോട്ടെ? ആ ശരി. മിസ് രാധിക. ഇതാരാപ്പ അങ്ങനെ വിളിക്കാൻ? ഇങ്ങേരോ? ഡ്യൂട്ടി ഓവർ നോ? Tomorrow you can come and meet me, okay? And after that you can go to duty. Okay? Then go. Okay. കുഞ്ചു. നായിന്റെ മോനെ ഇറങ്ങിപ്പോയിക്കോ, അല്ലെങ്കിൽ ആ തലപ്പിലാന്തിലിരിക്കുക. എടി സോറിടി, ഇനി ഞാൻ പോവൂല. ഓടാ ഇറങ്ങി. ഞാൻ പോവൂല. എന്നാന്ന് പിള്ളേരെ ഇങ്ങക്ക്? ഡാ കണ്ണ, എന്റെ അമ്മ വിളിക്കുന്ന. മമ്മേ, ഞാൻ ഇന്നില്ല. ഇവനെ കൊണ്ട്. കുഞ്ചുവേ. ഓ ഇവൻ. എടാ, എനിക്ക് നിന്നോട് ഒരു പ്രശ്നമില്ല. നമ്മ അങ്ങനെയല്ലേ? എന്നാ ഡയറി മിൽക്ക്. എന്നാലും നാളെ കാണണമെന്ന് പറഞ്ഞ എന്തിനാപ്പാ? എന്നെ 2 ചീത്തൊക്കെ പറയായിരിക്കും. ഇനി കൊല്ലു. മുത്തപ്പാ. മതി, എഴുന്നേക്കാൻ നോക്ക്. കുറച്ചേരം കൂടി. ആവശ്യമില്ല, മര്യാദക്ക് എഴുന്നേറ്റ് പണിക്ക് പോടി. മതി കേട്ടോ. എഴുന്നേറ്റ് പോടി. ഗുഡ് മോർണിംഗ് മൈ ഹസ്ബൻഡ്. ഗുഡ് മോർണിംഗ് മൈ പൊണ്ടാട്ടി. അമ്മേ, നിന്നല്ല എത്ര നേരായാണ് വിളിക്കുന്നത്? എണീച്ച് പോടന്ന്. പകൽക്കിനാവും കണ്ട് കിടക്കുന്നു. ഈ വല്യമ്മ എന്റെ ചെക്കനായിട്ടൊന്നും സൊള്ളം പോലും സമ്മതിക്കൂല. ഇന്നും സ്വപ്ന നായകനെ കണ്ടായിരിക്കുമല്ലോ എഴുന്നേറ്റത്. യെസ് ബ്രോ. ഇപ്പൊ സമയം 7:30. കറക്റ്റ് 8 മണിക്ക് നിന്നെ ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ലെങ്കിൽ നീ ഇനി അവിടെ കേറൂല. ഓ, ഈ ഏട്ടന്റെ ഒരു തമാശ. 5 മിനിറ്റ്, ഞാനിപ്പോ വരാം. കൂട്ടാതെ പോവല്ലാട്ടാ. മാണ്ട, നീ ഒന്നും പറയണ്ട. ഞാൻ അപ്പോഴും നിന്നോട് പറഞ്ഞതോ ബസ് പോവാന്ന്. അപ്പോഴത്തേക്കും ഒടുക്കത്തെ പാട്ട ബൈക്ക്. ഇന്ന് അങ്ങനെ തന്നെ വലിച്ച് കീറും. കുഞ്ചു, ബി പോസിറ്റീവായിട്ട് വാ. അതെ, അങ്ങേര് നെഗറ്റീവ് പറയട്ടെ. നീ യമപുരിക്കുള്ള ഗൂഗിൾ മാപ്പ് നോക്കി വെച്ചോടാ. മേ കമ്മിങ്.
യെസ്. അത് വാട്ട്സ് ദ ടൈം രാധിക? അത് ടെൽ. 8:25. ദിസ് ഈസ് യുവർ ഡ്യൂട്ടി ടൈം? നോ. ദെൻ വൈ ആർ യു ലേറ്റ്? സോറി, ബൈക്ക് കേടായി. വന്നിട്ട് അത്രയല്ലേ ആയുള്ളൂ? അതിനു മുമ്പ് ലേറ്റ് ആവാനാണെങ്കിൽ വേറെ ഹോസ്പിറ്റൽ നോക്കിക്കൊള്ളണം. ഉം, ദിസ് ഈസ് യുവർ ലാസ്റ്റ് വാർണിംഗ്. യു ആർ എ നേഴ്സ്. ബി പഞ്ചൽ. ഓക്കെ? ഉം. ഇനി എന്നെ പ്രത്യേകിച്ച് മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ലല്ലോ. ഇതെന്റെ അച്ഛന്റെ വകയല്ല, എന്റെ വക. മനസ്സിലായല്ലോ? ഞാൻ തൊണ്ടക്ക് വിളിച്ചത് വ്യക്തമായി കേട്ടിരുന്നു, മനസ്സിലായി. നാക്ക് മാത്രം പോരാ, അത് എടുക്കുന്ന വർക്കിലും വേണം. Then go. ഇപ്പം 8:25. 4:25 പോയാ മതി. പ്രശ്നമൊന്നുമില്ല, ഇന്നലെ നമ്മള് സോൾവ് ആക്കി. ആ വന്നല്ലോ. എന്തായി പോയ കാര്യം? ആ മീനു, ഞാൻ വിട്ടുപോയി. നിന്നെ നേരത്തെ എന്നെ അന്വേഷിച്ചായിരുന്നു. ആണോ? ഞാൻ ഒന്ന് പോയിട്ട് വരാവേ. എന്തായി? എന്നെ വഴക്ക് പറഞ്ഞു കണ്ണേട്ടാ. അയ്യേ, ആരെങ്കിലും ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞാ അങ്ങോട്ട് 4 പറയുന്ന നീയായി കരയുന്നു. ലേറ്റ് ആയതിനും പറഞ്ഞു. 8:25 കയറിയുണ്ട്, 4:25 പോയാ മതി എന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, ഞാൻ നിക്കാപ്പ. പിന്നെ അന്ന് ഞാൻ പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ട്, അതിനും പറഞ്ഞു. സാരില്ല, പോട്ടെ, അത് വിട്. അങ്ങേരെ ആരാ അങ്ങേരെ വിചാരം? ആ പണ്ടാരക്കാലിനൊന്നും ഇവിടുന്ന് പോയില്ലെങ്കിൽ ആ പഴയ സാറ് മതിയായിരുന്നു. ഞാൻ പോകാനിട്ട് രാധയ്ക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു. പിന്നല്ലാണ്ട് അവൻ ഈയിടെയായിട്ട് നിന്റെ നാക്കിൽ വല്ലാണ്ട് ഗുളിയും കേറുന്നുണ്ട്. ശരിയാ, എന്തു പറഞ്ഞാലും ഇങ്ങനെ കേക്കും. യു ഓൾസോ ന്യൂ ജോയിൻ നോ? യെസ്, ഐ ആം അനന്തു. ഇന്നാ ചോക്ലേറ്റ്. വാനില കിട്ടിയില്ല. ഇതെന്തിനാ നീ മോന്തി ഇങ്ങനെ വെച്ച് നീ? ഞാൻ ചോദിക്കാം. എടി, നിന്റെ ഫോൺ എന്തേ? ജാനിയമ്മ വിളിക്കുന്ന. അയ്യോ ജാനിക്കുട്ടി, ഞാൻ ഫോൺ എടുത്തില്ല, ചാർജിലായിരുന്നു അത്. ഇതിന്റെ ഒരു കാര്യം. അത് ഏതു സാറല്ലേ? സാർ? ഹേ ആനന്ദു, ഒറ്റയ്ക്കേ ഉള്ളൂ? യാ, ജസ്റ്റ് വാക്കിംഗ്. ഓ ആ ജാനിയമ്മേ, ഞങ്ങളിപ്പോ എത്തും. ശരി എന്നാ. ഡോക്ടറോ? ഞാനിങ്ങനെ പോകും. രാധിക, ഷീസ് മൈ കസിൻ. ഓ, രാവിലെ തൊട്ട് ഇതിന്റെ മൂഡ് ഓക്കെ അല്ല. സാർ രാവിലെ ലേറ്റ് ആയതാണെങ്കിൽ അത് ഞാൻ കാരണ. ഞാനാ ലേറ്റ് ആക്കിയേ. രാധിക, ഞാൻ രാവിലെ പറഞ്ഞത് ഓർത്തിട്ടാണെങ്കിൽ അതും വെച്ചുകൊണ്ടിരിക്കണ്ട. ഐ ജസ്റ്റ് ടെൽ, ദാറ്റ്സ് ഇറ്റ്. ലേറ്റ് ആവാൻ പാടില്ല. ഒന്നുമില്ലെങ്കിലും നമ്മളൊക്കെ ജീവൻ രക്ഷിക്കുന്ന ആൾക്കാരല്ലേ. സോറി ഡോക്ടർ, ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. ഇനി ഞാൻ കറക്റ്റ് ടൈമിൽ വന്നോളാം. ഓക്കെ, എന്നാൽ ശരി, ഞാൻ ചെല്ലട്ടെ. ബൈ. ബൈ അനന്തു. ബൈ രാധിക. ബൈ. എന്താണ് നിനക്കായിട്ടൊരു സ്പെഷ്യൽ ബൈ? പോടാ, വാ പോവാ. ജാനിക്കുട്ടി സീനാക്കുന്നുണ്ട്. സമയായി. അമ്മേ, ബാലോച്ച, ഞാൻ പോവാണേ. ഇന്ന ഇതും കൂടി കഴിച്ചിട്ട് പോ. എനിക്ക് മതി. ഓക്ക് വേണ്ട വേണ്ട, എനിക്ക് താ. ഓ വന്നോ? കണ്ണ വാ തുറക്ക്. കണ്ണ ഇന്ന വെള്ളം. ഓ മതി മതി, സ്നേഹപ്രകടനം. നൈറ്റ് ഡ്യൂട്ടി ആന്ന് വെച്ചിട്ട് ലേറ്റ് ആവാൻ നിക്കണ്ട. ബാ പോവാ. ജാനിയമ്മേ, ബാലോച്ച, പോട്ടെ. ബൈ. ഓ ലോഡ്, വന്നതേ ഉള്ളൂ. മിന്നടുക്കടാ. എന്തിനാ മീനു കുഞ്ഞു കരയണേ?
ഒരു ഇൻഡക്ഷൻ ഉണ്ടായിരുന്നടി. ഓ വാവേ, എന്തടാ എന്ന കുഞ്ഞിനി? എന്തടാ വായോ. മഞ്ഞോലും പോലെ മനസ്സിൻ പുണ്യാഹം പോലെ ഇന്നുയിരിൻ കൊമ്പിളിൽ പുണ്യം നീയല്ലേ. മരണിയോ ചായും നേരം മാനിൻ കുഞ്ഞായി മാറും നേരം വെള്ളി നിലാവാകുന്നേ ഞാനിന്നും നല്ലാരോമൽ വാവേ. ചന്ദനത്തിന്നലിൻ ചാമരം വീശി വന്നോരോരാവിൽ ആലില മഞ്ചമൊരുക്കിയിരുന്നു ഞാൻ. കഴിഞ്ഞോ? അത് പിന്നെ കുഞ്ഞ് കരഞ്ഞപ്പം കണക്റ്റിന് ആ എനിവേ നൈസോ. വാസേട്ടാ ഇന്ന പൈസ ശരി എന്നാ. അയ്യോ ലേറ്റായി, ഇന്നേട്ടാ കൊല്ലു. അമ്മേ അയ്യോ എന്റെ നടു. സോറി. ഡീ ആരുടെ അമ്മേനെ കൊട്ടിക്കാനാടി പോന്നേ? എന്റെ അമ്മായി അമ്മേന്റെ പുകയില്ലാത്ത അടുപ്പിൽ പായസം വെക്കാൻ പോടാ. ശിവ ശിവ, എന്താ ഇപ്പൊ കേട്ടെ? അവക്കെന്നെ അറിയില്ല മൂദേവി, അവളെ ഞാൻ കാണിച്ചു കൊടുക്കാം. ഇപ്പം പാ നമുക്ക് പോവാടാ. ഹാവൂ, ഏട്ടനില്ലാത്തോണ്ട് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. എന്തെല്ലാം മോളെ, സുഖല്ലേ? യു വെല്ലിച്ചാ ഒന്നും പറയണ്ട, ഇത് ഞാൻ യദുവിനെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. എന്റെ പൊന്ന് വെല്ലിച്ചാ, ചതിക്കല്ലേ, അങ്ങനെ അടുപ്പത്തിട്ട് പുയിങ്ങും. കുറച്ച് പുഴുങ്ങട്ടെ, കുറച്ച് ലേറ്റ് ആവല് കൂടുന്നുണ്ട്. എന്റെ പൊന്ന് വെല്ലിച്ചനല്ലേ, ഞാനിനെ ആവർത്തിക്കൂല. ഇപ്പൊ എന്തായാലും ജോലി നോക്ക്. ശരി വെല്ലിച്ചാ, ഉമ്മ പോട്ടെ. പൊടി. എടാ മര്യാദക്ക് ഇരിക്കടാ, എന്നെ സിപ്പ വരൂ. കുഞ്ചു, ഇതുങ്ങളെ കരച്ചിലൊക്കെ കേട്ടിട്ട് ഇപ്പഴാ ഒന്ന് കണ്ണടച്ചേ. ആ പഠിക്കുന്ന സമയത്തെ ഡ്യൂട്ടിക്ക് ഇടുമ്പോ മുങ്ങി നടക്കുമ്പോ ആലോചിക്കണായിരുന്നു. പൊടി. സിസ്റ്റർ, ഹു ഇസ് ബേബി ലക്ഷ്മി? എടാ ആരോ വന്ന് എഴുന്നേക്കടാ. ഈ മൂദേവിയോ? ആ അതാ ബേബി. ആ ഓക്കെ. ഓ ഇയാൾ ഇവിടെ ഉണ്ടായിരുന്നോ? എന്താടോ നോക്കുന്നേ? കണ്ണുള്ളോണ്ട്. അതെയാ, ഞാൻ വിചാരിച്ച് കാതുള്ളോണ്ടാന്ന്. ഇവളെ ഇന്ന് ഞാൻ കണ്ണേടാ അടങ്ങ്. എടി മീനു, ഏട്ടെ 3 നിനക്കൊന്നും ഒരു ഉത്തരവാദിത്തമില്ലേ? പഞ്ച്വാലിറ്റി വേണടി. അല്ല, നിന്നെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. പോടാർന്ന്, എനിക്ക് പോയി കിടന്ന് ഉറങ്ങാനല്ലേ. എന്നാ ശരി മോളെ, ഞങ്ങൾ ഇറങ്ങുക. ശരി. സത്യം പറഞ്ഞ ആ പഞ്ചായത്ത് ഓഫീസറുകളെ കാണുന്നില്ലല്ലോ, എവിടെ പോയി? നിന്ന് താളം ചവിട്ടാണ്ട് വരുന്നുണ്ടോ നീ? എനിക്ക് ഉറങ്ങണം. ആ അതാ വരണു. എന്തോ ഒരു മിസ്സിങ്. അങ്ങനെ കാണാത്തോണ്ടാണോ? ഇങ്ങനെ ഏടെ പോയി നീ? ഇനി അപ്പ വരൂ? ആരോട് ചോദിക്കാനും വയ്യ. പണ്ടാരക്കാര മനസ്സിന്ന് പോകുന്നുമില്ല. ഡാ പട്ടി കണ്ണേട്ടാ, കളിക്കല്ലേ, നീ വരാതെ എന്നോട് പറഞ്ഞതാ. ആടി ഞാൻ വരാ, കുറച്ച് കഴിഞ്ഞിട്ട് പോവാപ്പാ. നീ വരണ്ട, ഞാൻ പൊക്കോളാം. നിക്ക് ഒരു 10 മിനിറ്റ്. എഴുന്നേറ്റ് പോയി റെഡിയാവടി. ഏട്ടൻ മുറ്റത്ത് കാത്തു വെക്കുന്നുണ്ട്. ഉയ്, ഞാൻ എന്താ വരുന്ന്.
നല്ല തിരക്കുണ്ടല്ലോ, ചോറ് കിട്ടുവാണേ. ഓന്റെ ഒരു ചോറ് ആദ്യം അമ്പലത്തിൽ കയറാവാ. ഓ എന്തൊരു തിരക്ക്. ആ ഞാനിതാ പോകുന്ന, എന്നെ പിടിച്ചോ. ഏ ഏ ഏ ഇതിപ്പോ ഇവിടെ നിന്ന് മൂടുന്നോ? നടക്കാൻ അറിയില്ലെന്ന് ഉറപ്പായി. ഓ എന്നാ അങ്ങനെ കരുതിക്കോ. ഓ അക്കു, ഉം, ഹോ, ഹോ. അത് ഇതെന്താണ് കപ്പിൾ കോളോ? രണ്ടും ഒരേ കപ്പം പുള്ളി. ഹായ് സാർ, ഏ അനന്തു, ദിസ് ഈസ് നോ ഹോസ്പിറ്റൽ, സോ എൻ്റെ പേര് വിളിച്ചാൽ മതി. ഓക്കെ. ഏട്ടാ ഇവിടെ ബോട്ട് ഉണ്ട്, നമുക്ക് പോവാ. എന്റെ സ്വപ്ന നായകൻ. ഓ